ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലാണ്. ഇവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എച്ച് സലാം, കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത് ജി സുധാകരൻ, NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് അരുൺ അനിരുദ്ധൻ. ഇവരിൽ ആർക്കാണ് വിജയ സാധ്യത? നമുക്ക് അമ്പലപ്പുഴക്കാരോട് ചോദിച്ചറിയാം. ഈ ഇലക്ഷനിൽ അമ്പലപ്പുഴയിൽ ആര് ജയിക്കുമെന്നുള്ളതാണ്. എച്ച് സലാം, തീർച്ചയായിട്ടും ജി സുധാകരൻ. UDF അനുകൂലം. ജി സുധാകരൻ എന്ന CPM നിന്ന് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻ മന്ത്രി, അദ്ദേഹം തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഇവിടെ എച്ച് സലാമേ ജയിക്കത്തുള്ളൂ. എച്ച് സലാമിന് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒരു 17,500 വോട്ടിന്റെ ഭൂരിപക്ഷം. കറക്റ്റ് കണക്കാ, 100% ഉറപ്പാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വാക്ക് മാറത്തില്ല. ഇവിടെ വരണം, കറക്റ്റായിട്ട് എച്ച് സലാം. ഏത് കുഞ്ഞിന്റെ ഒക്കെ ചോദിച്ചാലും ശരി, എച്ച് സലാം. ഇവിടെ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? സുധാകരൻ. ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ ഇടതുപക്ഷമാണ് ഏറ്റവും മുൻപന്തി. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ പാവപ്പെട്ടവൻ വഴിയില്ല. അതുകൊണ്ട് എസ് സലാമിനെ ഞങ്ങൾ വോട്ട് ചെയ്യത്തുള്ളൂ. എസ് സലാം പാവപ്പെട്ടവന്റെ കാര്യങ്ങൾ തീർത്തും ചെയ്തു കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളൂ. അപ്പോൾ ചേട്ടന്റെ മനസ്സിൽ അനുകൂലം എച്ച് സലാമാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ആർക്കാണ് അനുകൂലം? ഒന്നും പറയാൻ പറ്റത്തില്ല. കട്ടക്കട്ടൊക്കെയാണ്. രണ്ടും ഒരുപോലെ കട്ടക്കട്ടക്ക് ജി സുധാകരനാണോ എച്ച് സലാമാണോ പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഓക്കെ. ഇത്തവണ മനസ്സിൽ ആര് ജയിക്കുമെന്നാണ്? ഈ ഇലക്ഷനിൽ ആര് ജയിക്കുമെന്നുള്ളൊരു ചെറിയൊരു സർവേക്ക് വന്നാണ്. അറിയത്തില്ല. ഇവർ രണ്ടുപേരാണ് കട്ടക്കട്ട. ജി സുധാകരനും എച്ച് സലാമുമാണ്. കട്ടക്കട്ടക്കാണ്. എന്തായാലും ചേട്ടന്റെ പേഴ്സണൽ ഒരു അഭിപ്രായത്തിൽ ആർക്കായിരിക്കും മുൻതൂക്കം? സുധാകരൻ. നമ്മൾക്ക് ആർക്കായിരിക്കും ഇവിടെ ഒരു ജയപ്രതീക്ഷ? ഈ സുധാകരനാണോ, എച്ച് സലാമാണോ, അരുൺ അനിരുദ്ധനാണോ? എന്റെ വ്യക്തിപരമായിട്ട് സുധാകരൻ. എനിക്ക് പറയാൻ ഒന്നുമില്ല. ആരും ജയിക്കണ്ടേ? ജയിക്കണം. സുധാകരൻ സാറ് ജയിക്കും ചിലപ്പോൾ. അങ്ങനെയാണല്ലേ. ചർച്ച ചെയ്ത് തുടങ്ങിയോ? രാഷ്ട്രീയമൊക്കെ പറയാനൊക്കെ പ്രായമൊക്കെ ആയോ? ഒന്നും ആയിട്ടില്ല. എത്ര വയസ്സായി? 16 ആയിട്ടില്ല. ഇവിടെ എത്ര പേര്? 15. ഇവിടെ 15. എന്തായാലും നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു സംബന്ധിച്ചിട്ട് ആര് ജയിക്കാനാണ് നമ്മുടെ ഈ നിയമസഭാ ഇലക്ഷനിൽ ചാൻസ്? എച്ച് സലാം അല്ലേ? എച്ച് സലാം. ഇവിടെ പറഞ്ഞോടാ. എച്ച് സലാം ജയിക്കുമോ? ഈ സുധാകരൻ സാർ ജയിക്കുമോ? അതോ അരുണത്ത് ജയിക്കുമോ? അറിയത്തില്ല. എങ്കിലും നമ്മളുടെ ഒരു ഇവിടുത്തെ ഒരു ആ ഒരു പൾസ് അനുസരിച്ച് ഇവിടുത്തെ എങ്ങനെ സാധാരണ ജി സുധാകരൻ സാറ് നേരത്തെ ജയിച്ചിട്ടുള്ളതാ. ഇവിടെ ജയിച്ചുകൊണ്ടിരുന്നാണ്. പക്ഷെ അദ്ദേഹം ഇപ്പൊ പാർട്ടിയൊക്കെ മാറിയല്ലോ. അപ്പൊ അതിന്റെ ഒരു ക്ഷീണം ഉണ്ടാവും അല്ലേ? അപ്പൊ പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിഷ്പക്ഷമാണ്. ആര് വേണം ജയിക്കാം. നമ്മുടെ ഈ ഇലക്ഷന്റെ ചൂട് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ഇവിടെ അമ്പലപ്പുഴയിൽ ആർക്കായിരിക്കും വിജയ സാധ്യത? ഒന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും ചേട്ടനൊന്ന് പറഞ്ഞോ. ഒന്നും പറയാൻ പറ്റില്ല. രണ്ടുപേരും കട്ടക്കട്ടൊക്കെയാണ്. എങ്കിലും ഒരു പടത്തൂക്കം ആരാണ് മുന്നിൽ? രണ്ട് പാർട്ടിക്കാരും അവരവര് ജയിക്കുന്ന അവരവര് പറയുന്നത്. രണ്ടുപേരും കട്ടക്കട്ടൊക്കെയാണ്. പറയാകത്തില്ല. കാര്യം പുള്ളിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. ചേട്ടൻ നമുക്ക് അത് തന്നെ പറയാം. ഒന്നും പറയാൻ പറ്റുന്ന സാഹചര്യമാണ്. വിജയ സാധ്യത എച്ച് സലാം. ആരാണ് ജയിക്കാൻ പോകുന്നത്? ജയിക്കുന്ന ഇവിടെ മിക്കവാറും അബ്ദുസലാമായിരിക്കും. എച്ച് സലാം. ആർക്കാണ് വിജയ സാധ്യത? ജി സുധാകരൻ. കാര്യം എന്താന്ന് വെച്ചാല് പിണറായിയുടെ നാട്ടിൽ പോലും ഇതേ കണക്ക് വികസനങ്ങൾ ചെയ്തിട്ടില്ല. അതേപോലെ ആലപ്പുഴ വികസനം ചെയ്തിട്ടുണ്ട്. സുധാകരൻ തന്നെയാണ് ജയിക്കേണ്ടത്. ഇപ്പോഴത്തെ ട്രെൻഡ് സുധാകരന് അനുകൂലമാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ചേട്ടന്റെ അഭിപ്രായം? എച്ച് സലാം ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആരാണ് ജയിക്കാൻ സാധ്യത? സുധാകരൻ. നമ്മുടെ സുധാകരൻ സാറേ ജയിക്കുള്ളൂ. നല്ല ഭൂരിപക്ഷത്തിൽ. ഓക്കെ ചേട്ടാ, ആര് ജയിക്കും നമ്മുടെ ഇവിടെ അമ്പലപ്പുഴയിൽ? ഇതിപ്പോ കട്ടക്കട്ടയാണ് മത്സരം. അപ്പൊ രണ്ടുപേരും. ഓക്കെ. ഇവിടെ ചേട്ടാ, ആരാണ് ചേട്ടന്റെ അഭിപ്രായത്തിൽ? ഇക്കയുടെ അഭിപ്രായത്തിൽ? എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ സുധാകരൻ ജയിക്കുമെന്നാ പറയുന്നത്. ഓക്കെ, പറയുന്നത് അല്ലേ? ഇക്കയുടെ ആഗ്രഹം ഏതാണ്? എനിക്കറിയാം. ആഗ്രഹം അറിയാൻ പാടില്ലേ? നമുക്ക് ആര് ജയിച്ചാലും നമുക്ക് കണക്കാം. അതാണ്, ആര് ജയിച്ചാലും നമുക്ക് കണക്കാണ്. നമ്മൾ ജോലി എടുത്താൽ നമുക്ക് ജീവിക്കാം. ഇതിൽ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. നമുക്ക് ആഗ്രഹമൊന്നുമില്ല. ആര് ജയിച്ചാലും നമുക്ക് കുഴപ്പമില്ല. ഇവിടെ ആര് ജയിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. സുധാകരൻ. എച്ച് സലാം ജയിക്കും. എച്ച് സലാമാണ് ചാൻസ്. സുധാകരൻ. എച്ച് സലാം. നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേജ് നോക്കുകയാണെന്നുണ്ട് സുധാകരൻ സാർ. ഓക്കെ, ഇവിടെ ആര് ജയിക്കും എന്നറിയാൻ വേണ്ടിയാണ്. സുധാകരൻ സാർ ജയിക്കുന്നുള്ളൂ. ഓക്കെ, ഒരു അഭിപ്രായം പറഞ്ഞേക്ക്. ഇവിടെ ആര് ജയിക്കും? ചാൻസ് എച്ച് സലാം. ഇവിടെ ആര് ജയിക്കും എന്നുള്ളതാണ്. എച്ച് സലാം. ആര് ജയിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സുധാകരൻ സാറ് ഒരു 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും.
സുധാകരൻ സാറ് 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ അത് തന്നെ ഞാനും പറയുന്നു. അത് തന്നെയാണ് ഞാനും പറയുന്നത്. കാര്യമില്ല, പേര് പറയണം. ആള് ജയിക്കുന്ന ആളുടെ പേര്. സുധാകരൻ സാർ ജയിക്കും. സുധാകരൻ സാർ ജയിക്കും. ഒരു അഭിപ്രായമാണ്. ആരാണ്? സുധാകരൻ സാറിനാണോ, എച്ച് സലാമിനാണോ, അതോ അരുൺ അനിരുദ്ധനാണോ? ഇവിടെ എച്ച് സലാമ ജയിക്കും. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് എപ്പോഴും UDF ജയിക്കത്തുള്ളത് പറയും. അപ്പൊ ജി സുധാകരൻ എന്നേ നമ്മൾ പറയത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. സലാം സലാം എച്ച് സലാം. സലാം പറഞ്ഞു അതുപോലെ തന്നെ അങ്ങനെ എച്ച് സലാം അങ്ങനെ തന്നെ വോട്ട്. എച്ച് സലാമേ ഇവിടെ ജയിക്കത്തുള്ളൂ. സുധാകരൻ സാറിന് ഇവിടെ ഇത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ പുള്ളി മുഖേന ഇല്ലാതാക്കി. ഓക്കെ ഓക്കെ. അദ്ദേഹം പാർട്ടി മാറിയോട് കൂടിയല്ലേ? പാർട്ടി മാറി ഞങ്ങൾ പാർട്ടി അടിസ്ഥാനത്തിലാണ് ചെയ്യത്തുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ പൂർണ്ണ പിന്തുണ എച്ച് സലാമിനാണ്. എച്ച് സലാമ അത് കഴിഞ്ഞോളൂ. ഓക്കെ. പക്ഷെ രണ്ടുപേരും നാടിന്റെ കണ്ണിലുണ്ണികളായിരുന്നു. പക്ഷെ ഒരാൾ ചെറിയൊരു സംഭവം കാണിച്ചതോടുകൂടി ചെറിയൊരു കരടായി മാറി. ചെറിയ വികടനം. എച്ച് സലാമിനാണ് ഇപ്പം ഇവിടുത്തെ ഹോപ്പ്. നമ്മുടെ ഇവിടെ ആർക്കാണ് വിജയസാധ്യത? എച്ച് സലാം. എച്ച് സലാം. ചേട്ടാ, ഇവിടെ വിജയസാധ്യത ആർക്കാണ്? ജി സുധാകരനാണോ, എച്ച് സലാമാണോ, അരുൺ അനിരുദ്ധനാണോ? എച്ച് സലാം. ഇപ്പൊ ആര് ചോദിച്ചാലും നമ്മൾ കഷ്ടപ്പെടണം. ഇതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു അഭിപ്രായം പറ. ആര് ചോദിച്ചാലും നമ്മൾ കഷ്ടപ്പെടണം. പിന്നെ സലാമിനാണ് ഇവിടെ മുൻതൂക്കം കാണുന്നത്. ഇവിടെ അതൊക്കെ അവൻ വെറുതെ അനിയനെ വെറുതെ പറയുന്നത്. എന്താണ് ഇക്കാടെ അഭിപ്രായം? എന്താ വെറുതെ പറയുന്നത്? വെറുതെ പറയുന്നത് അത് ഇക്കാ പറ. നമ്മളൊന്നും പറയുന്നില്ല. നിഷ്പക്ഷമായിട്ട് ആള് വോട്ട് ചെയ്യുക. എന്താ പറയാ, ആര് ജയിച്ചിട്ടും പ്രയോജനമൊന്നുമില്ല. പിന്നെ വലിയ കാര്യമില്ല. അത് പിന്നെ വോട്ട് ചെയ്യരുത്. ആർക്കും വോട്ട് വോട്ട് ചെയ്യാൻ പോകാതിരിക്കുന്നതല്ലേ? അല്ല, അത് മോശമല്ലേ? നമുക്ക് ആകപ്പാടെ കിട്ടുന്ന ഒരു എന്താണ് ഒരു പൗരന്റെ ഒരു അവകാശം വോട്ടെന്ന് പറയും. അതിന് നല്ലത്. അല്ല, അത് മോശമാണ്. ഒരാളും വോട്ട് ചെയ്യാതിരിക്കാൻ അങ്ങനെ പറയാൻ പാടില്ല. നമ്മുടെ മൗലികാവകാശമാണ് അതൊക്കെ, വോട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ രാജ്യത്തിന് എന്തെങ്കിലും ആണെന്നറിയാനുള്ള ഒരു ആകപ്പാടെയുള്ളൊരു ഇതാണ് ഒരു വോട്ട്. അപ്പൊ ആര് ചെയ്യും? വോട്ട് ചെയ്യുന്നില്ല. ഇന്ത്യയിൽ നിന്ന് ഓടിക്കൂട്ടാ വോട്ടൊന്നും ചെയ്തില്ല, പറഞ്ഞില്ല എന്ന് വേണ്ട. അല്ല, എനിക്കാണെങ്കിൽ ഒരു പാർട്ടി ഇല്ല. ഞാൻ പാർട്ടി ഇല്ല എങ്കിലും നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് ഒരു അഭിപ്രായം പറയാമല്ലോ. എച്ച് സലാമായിരിക്കും. ഇവിടെ ആർക്കായിരിക്കും വിജയ സാധ്യത? വിജയം LDF അല്ല, വേറെ ആർക്കും. എച്ച് സലാമിന്. എച്ച് സലാം. ഓക്കെ. അദ്ദേഹമാണ് ഇവിടെ വിജയിക്കുന്നത്. പിന്നെ അയാൾ കാണിച്ച ഒരുപാട് പ്രവർത്തനങ്ങൾ. എന്നിവിടെ റോഡുകൾ പുള്ളി ചെയ്തിട്ടിരിക്കുന്നു. ഇഷ്ടംപോലെ റോഡുകൾ പുള്ളി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ അമ്പലപ്പുഴ ഒരുപാട് റോഡുകൾ ചെയ്തിട്ടുണ്ട്. എച്ച് സലാം കണ്ണിലുണ്ണിയാണ് നാടിന്റെ. കണ്ണുള്ളിയെ പുള്ളി. എച്ച് സലാം ജയിക്കാൻ സാധ്യത. ജയിക്കാൻ സാധ്യത 100%. 100% എച്ച് സലാം ജയിക്കും. അദ്ദേഹം അമ്പലപ്പുഴക്ക് വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എച്ച് സലാം. ഓക്കെ ചേട്ടാ, ഇവിടെ ആരാണ് വിജയ സാധ്യത? എച്ച് സലാം തന്നെ ജയിക്കട്ടെ. നമുക്ക് സുധാകരൻ സാർ വരുന്നതാണ്. സുധാകരൻ സാർ ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ. പക്ഷെ പലരും പറയുന്നുണ്ട് ഇന്നാളെ ജയിക്കുന്നു പറയുന്നുണ്ട്. സാഹചര്യമൊക്കെ ഓക്കെയാണ്. രണ്ടുപേരും കട്ടക്കട്ടക്കാണെന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും അമ്പലപ്പുഴക്ക് വേണ്ടി ഒത്തിരി സംഭവങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണ്. നിഷ്പക്ഷക്കാരുടെ വോട്ടിലാണ് ഇതിനൊരു വില ഇരിക്കുന്നത്. അതെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം BJP-ക്കാണ് പോലും. BJP അനുരഞ്ജൻ. എച്ച് സലാം. ഇപ്പോഴത്തെ സാഹചര്യം UDF അനുകൂലം. ജി സുധാകരൻ. നമ്മുടെ അഭിപ്രായം എച്ച് സലാം ജയിക്കും. എച്ച് സലാം ജയിക്കും. എച്ച് സലാം. ഇവിടെ ജി സുധാകരൻ. ഇവിടെ ജി സുധാകരൻ. എച്ച് സലാം. നമുക്ക് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ അമ്പലപ്പുഴ സലാം. 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സലാം ജയിക്കും. ചേട്ടാ, അഭിപ്രായം എന്താണ്? ഇവിടെ ആര് ജയിക്കും? എനിക്കറിഞ്ഞൂടെ. സലാം. ഇവിടെ സുധാകരൻ. വേറെ ആളാണ്. ചേട്ടാ, ഒന്ന് പറഞ്ഞിട്ട് പോ. വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിട്ട് ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പോ. ഒരു അഭിപ്രായം. രണ്ടുപേരും ജയിക്കും. രണ്ടുപേരും ജയിക്കുമെന്നാണ്. അപ്പൊ രണ്ടുപേർക്ക് ഒരേ പോയിന്റ്. ആർക്കാണ് ഇവിടെ വിജയ സാധ്യത? രണ്ടുപേർക്കും വിജയസാധ്യത. രണ്ടുപേർക്കും വിജയ സാധ്യത. വോട്ട് ചെയ്യുന്നില്ല. വോട്ട് ചെയ്യുന്നില്ല. ആരും ജയിക്കണ്ട. വോട്ടേ ചെയ്യുന്നില്ല. താല്പര്യമില്ല. ഒന്ന് പറഞ്ഞോ, ആരാണ് താല്പര്യം? സുധാകരൻ ജയിക്കും. UDF. പേര് പറ. ആരുടെ? ഈ UDF സ്ഥാനാർത്ഥിയുടെ പേര് പറ. സ്ഥാനാർത്ഥി പേരെന്ന് ഇതുവരെ സുധാകരൻ സാറിന്റെ പേരെന്ന് അറിയാൻ പറ്റില്ല. സുധാകരൻ സാർ. അങ്ങനെ പറ. സുധാകരൻ സാറിനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ. ആര് ജയിച്ചത് നമുക്കെന്താ? ആര് ജയിച്ചാലും നമുക്കുണ്ട്. അതെന്താ അങ്ങനെ അറിയത്തില്ല. ജനാധിപത്യമല്ലേ? നമ്മളാണ് ഞാൻ ഏത് പാർട്ടിയാണെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഇതുവരെ പാർട്ടിയൊന്നും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവില്ല ആര് ജയിക്കണം. BJP മതി, അത് മതി. ഓക്കെ. ഇവിടെ ജനങ്ങൾക്ക് ഉപകാരമുള്ള ആരെങ്കിലും ജയിച്ചാൽ മതി. ഇപ്പൊ ഈ രണ്ടുപേരും ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണെന്ന് ഞാൻ അറിയപ്പെടുന്നത്. ഇപ്പൊ എച്ച് സലാം ആണെങ്കിൽ ശരിയാണ്. ഏത് പാതിരാത്രി വിളിച്ചാലും അദ്ദേഹം ജനനന്മയ്ക്ക് വേണ്ടി ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ജി സുധാകരൻ സാറാണെങ്കിലും മന്ത്രിയായിരിക്കുന്ന സമയത്ത് അമ്പലപ്പുഴയിൽ നല്ല നല്ല പരിപാടികൾ ഒത്തിരി ചെയ്ത ആളാണെന്ന് പറഞ്ഞു. രണ്ടുപേരും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരിൽ ആർക്കായിരിക്കും താങ്കൾക്ക് ഒരു മുൻഗണന കൊടുക്കാൻ പറ്റുന്നത്? ജി സുധാകരൻ. ഓക്കെ. സലാം ജയിക്കുന്നതാണ് ഒരു. ഓക്കെ. വിജയിക്കുന്ന ഇവിടെ എച്ച് സലാം ജയിക്കത്തുള്ളൂ. എച്ച് സലാം ജയിക്കും. അത്രേ ഉള്ളൂ. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം? ഒരു 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം. ഓക്കെ. എച്ച് സലാമിനാണോ ജി സുധാകരനാണോ? രണ്ടുപേരും കട്ടക്കട്ടയ്ക്കാം. രണ്ടുപേരും കട്ടക്കട്ടക്കാണ്. രണ്ടുപേരും ജയിക്കാം. പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റത്തില്ല.
ഇവിടെ എച്ച് സലാമല്ലാതെ ആര് ജയിക്കാനാണ്? എച്ച് സലാം അല്ലാതെ ആരും ജയിക്കാല്ല. എച്ച് സലാം LDF ജയിക്കും. ഈ ഏരിയയിൽ അല്ലെ നമ്മുടെ ഈ ഇവിടെ ആരെക്കൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട് അവർ ജയിക്കും. നമുക്ക് ഏരിയ ആരെക്കൊണ്ട് ഗുണം ഉണ്ടായേക്കണേ? സുധാകരൻ സാറിനെ കൊണ്ട്. അത് പറഞ്ഞാ പോരാ, അത് പറയൂല്ല. ഓക്കെ ശരി ശരി. അതെ, നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ കച്ചവടമൊക്കെ ആയിട്ടിരിക്കുന്നതല്ലേ. എന്നാലും നമുക്ക് രണ്ട് പാർട്ടികളും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. പിന്നെ നമ്മൾ തമ്മിൽ തെരഞ്ഞെടുക്കുന്ന ഏത് സ്ഥാനാർത്ഥിയാണേലും അവർ ജനങ്ങളോടൊപ്പം നിന്നാൽ അവരെ അവസാനം രണ്ടുപേരും നല്ല രീതിയിൽ അമ്പലപ്പുഴക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ്. അതെ അതെ അതെ, അത് നല്ല അഭിപ്രായമുള്ളവരാണ്. പക്ഷെ വീണ്ടും അവർ ജനങ്ങളോടൊപ്പം നിന്നാൽ തീർച്ചയായിട്ടും അവരെ വീണ്ടും പരിഗണിക്കും. അപ്പൊ ഈ രണ്ടുപേരും തള്ളിക്കളയാൻ പറ്റത്തില്ല. അവർക്ക് രണ്ടുപേർക്ക് ഒരേ പോയിന്റ് കൊടുത്തോട്ടെ. കൊടുത്തോട്ടെ. ഓക്കെ ശരി. നമ്മുടെ ഇവിടെ LDF സ്ഥാനാർത്ഥി എച്ച് സലാം ജയിക്കുവോ, സുധാകരൻ ജയിക്കുവോ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ല. എന്തായാലും ഒരു ചെറിയൊരു അഭിപ്രായം ഉണ്ടാവില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഞാൻ 4 ദിവസം കൂടി ഉള്ളൂ. ഈ പാർട്ടി വിരുദ്ധ നടപടികളൊക്കെ ചിലപ്പോൾ ജി സുധാകരൻ ചെയ്യാൻ സാധ്യതയുണ്ട്. പാർട്ടി വിരുദ്ധ നടപടി കൊണ്ടോ? പുള്ളിയെതിരെ മാറിയില്ല പാർട്ടി. അതുകൊണ്ട് പുള്ളി ജയിക്കാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ പറയണം. കോൺഗ്രസിലേക്ക് കയറിയില്ലേ, പുള്ളിക്ക് ഇടതുപക്ഷത്തിൽ നിന്ന് കുറെ വോട്ട് കിട്ടും. അങ്ങനെയുണ്ട്. ഉണ്ട്. അപ്പൊ രണ്ടു കൂട്ടത്തിൽ വോട്ട് കിട്ടും. കോൺഗ്രസിന്റെ വോട്ടും കിട്ടും, ഇടതുപക്ഷത്തിന്റെ പുള്ളിയോട് സമീപനം നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. പുള്ളി ആ വോട്ടും കിട്ടും. അപ്പൊ ആ റൂട്ടിൽ അദ്ദേഹത്തിന് വിജയസാധ്യത തീർച്ചയായിട്ടും വിജയമുള്ളൂ. ഇതാണ് ഞാൻ ചോദിച്ചവരിൽ നിന്നും എനിക്ക് കിട്ടിയ റിസൾട്ട്. ഇനി ഇവരിൽ ആര് ജയിക്കുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക.